ഹേ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെയിൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ഓഗസ്റ്റ് മാസം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ജൂലൈ മാസം സെയിൽസ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു കാര്യമായ കമ്പാക്കാണ് നമ്മുടെ ഇലക്ട്രിക് സെഗ്മെൻറ്റിൽ വന്നിട്ടുള്ളത്. കാരണം വേറെ നല്ല കാര്യമായ ഒരു സെയിൽസ് നടന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ പ്രീവിയസ് മന്തായ ജൂൺ വെച്ച് കമ്പയർ ആണെങ്കിൽ ഒരു 33% ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നല്ലൊരു പെർഫോമൻസ് ആണ് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ സെയിൽസ് കാണുന്നത്. അപ്പോൾ അത് സമയം കളയാൻ നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം. അപ്പോൾ വീഡിയോ പോകുന്ന മുന്നേയായിട്ട് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടെ നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരുവേ. അപ്പോൾ അത് സമയം കളയാൻ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം. ആദ്യം നമുക്ക് ടോട്ടൽ സെയിൽസ് നോക്കാം. നമ്മളിപ്പോൾ ജൂലൈ മാസത്തിൽ നമ്മൾ സെയിൽസ് റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 1,06,949 യൂണിറ്റ്സാണ് സെയിൽ ചെയ്തത്. നമ്മൾ പ്രീവിയസ് മന്തായ ജൂൺ നോക്കുകയാണെങ്കിൽ 79,868 യൂണിറ്റ്സ് സെയിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മന്ത് ഓൺ മന്ത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 33% ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഇയർ ഓൺ ഇയർ ആണെങ്കിൽ 96% ഗ്രോത്താണ് കാണിക്കുന്നത്. അപ്പോൾ കാര്യമായ ഒരു ഗ്രോത്താണ് ഈ സെഗ്മെൻറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് വേറെ ഒന്നല്ല, നമുക്ക് സർപ്രൈസിംഗ് എന്നല്ലാണ്, നമുക്ക് പ്രതീക്ഷിച്ചൊരു ഗ്രോത്ത് തന്നെയാണ്. കാരണം വേറെ ഒന്നല്ല, EMPA സബ്സിഡി വന്നിട്ട് ജൂലൈ 31 എക്സ്പയർ ആവുമെന്നാണ് ആദ്യം പറഞ്ഞത്. അതിനുശേഷം ഫെയിം 3 വരുമോ അല്ലെങ്കിൽ ഇതിന് എക്സ്റ്റൻഷൻ ഉണ്ടാവുമോ ഒന്നും ആദ്യം ഒരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നില്ല. അത് അവസാന നിമിഷം ലാസ്റ്റ് വീക്ക് ഓഫ് ജൂലൈ ആണ് അത് പറഞ്ഞത്. ഒരു കുറച്ചും കൂടി 2 മാസം എക്സ്റ്റെൻഡ് ചെയ്തെന്നൊക്കെ പറഞ്ഞത് ലാസ്റ്റ് വീക്കിലാണ്. അപ്പോൾ അത് കാരണം മിക്ക ആൾക്കാർ എത്രയും പെട്ടെന്ന് വണ്ടി എടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമാണ് കാണുന്നത്. ധാരാളം ബുക്കിംഗ്സ് വന്നിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് മെയിൻലി ജൂലൈയിൽ ഈ ഒരു ഇൻക്രീസ് കാണുന്നത്. അപ്പോൾ അതിൽ എക്സ്പെക്ട് ചെയ്തതാണ്. അപ്പോൾ എന്തായാലും നല്ല പോസിറ്റീവ് ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. അടുത്ത നമുക്ക് ടോപ്പ് 10 ലിസ്റ്റിലേക്ക് നോക്കാം. അപ്പോൾ ടോപ്പ് 10 നമ്മൾ നോക്കുകയാണെങ്കിൽ 10ാം സ്ഥാനം നിൽക്കുന്നത് കൈനറ്റിക് ഗ്രീൻസിന് വേണ്ടിയാണ്. അവർക്ക് ജൂൺ മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 458 യൂണിറ്റ്സ് സെയിൽ ചെയ്യാൻ സാധിച്ചു. ജൂലൈ മാസം ആയപ്പോൾ 687 കൂടുകയും ചെയ്തു. അപ്പോൾ മന്ത് ഓൺ മന്ത് പറയുകയാണെങ്കിൽ 50% ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഇയർ ഓൺ ഇയർ ആണെങ്കിൽ 196% ഗ്രോത്താണ് കാണിക്കുന്നത്. അടുത്ത നമ്മൾ 9ാം സ്ഥാനം നോക്കുകയാണെങ്കിൽ ജോയ് ഇ ബൈക്കാണ്. അവർക്ക് ജൂൺ മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 896 വെഹിക്കിൾസ് ആണ്. ജൂലൈ മാസം ആയപ്പോൾ 852 കുറഞ്ഞു. നമ്മൾ മന്ത് ഓൺ മന്ത് പറയുകയാണെങ്കിൽ -4.91 ഡിപ്രിസിയേഷൻ കാണിക്കുന്നുണ്ട്. ഇയർ ഓൺ ഇയർ ആണെങ്കിൽ പോസിറ്റീവ് 86.4 ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. അടുത്ത 8ാം സ്ഥാനം നോക്കുകയാണെങ്കിൽ റിവോൾട്ട് മോട്ടോഴ്സ് ആണ് നിൽക്കുന്നത്. അവർക്ക് ജൂൺ മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 660 യൂണിറ്റ്സ് ആണ്. ജൂലൈ മാസം ആയപ്പോൾ 868 കൂടുകയും ചെയ്തു. നമ്മൾ മന്ത് ഓൺ മന്ത് പറയുകയാണെങ്കിൽ പോസിറ്റീവ് 31% ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഇയർ ഓൺ ഇയർ ആണെങ്കിൽ 79% ഗ്രോത്താണ് കാണിക്കുന്നത്. അടുത്ത 7ാം സ്ഥാനം നോക്കുകയാണെങ്കിൽ ബിഗോസ് ഓട്ടോസ് ആണ്. അവർക്ക് ജൂൺ മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 1062 വണ്ടികളാണ്. ജൂലൈ മാസം ആയപ്പോൾ 1792 അത് കൂടുകയും ചെയ്തു. മന്ത് ഓൺ മന്ത് നോക്കുകയാണെങ്കിൽ 68% ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഇയർ ഓൺ ഇയർ ആണെങ്കിൽ 172.7% ഗ്രോത്താണ് കാണിക്കുന്നത്. അടുത്ത 6ാം സ്ഥാനം നോക്കുകയാണെങ്കിൽ ഗ്രീസ് ഓട്ടോസ് ആണ്. അത് ആംബിയർ വെഹിക്കിൾസ് ആണ് നിൽക്കുന്നത്. അവർക്ക് ജൂൺ മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 2713 യൂണിറ്റ്സ് ആണ്. ജൂലൈ മാസം ആയപ്പോൾ 3154 കൂടുകയും ചെയ്തു. അപ്പോൾ മന്ത് ഓൺ മന്ത് പറയുകയാണെങ്കിൽ 16.25 ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഇയർ ഓൺ ഇയർ ആണെങ്കിൽ 46.15 ഗ്രോത്താണ് കാണിക്കുന്നത്. അടുത്ത നമ്മൾ ടോപ്പ് 5 നോക്കാം. 5ാം സ്ഥാനം നിൽക്കുന്നത് ആക്ച്വലി ഹീറോ വിഡയാണ്. ഹീറോ മോട്ടോർ കോപ്പാണ് 5ാം സ്ഥാനം നിൽക്കുന്നത്. അവർക്ക് ജൂൺ മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 3068 വണ്ടികളാണ്. ജൂലൈ മാസം ആയപ്പോൾ 5044 കൂടുകയും ചെയ്തു. മന്ത് ഓൺ മന്ത് പറയുകയാണെങ്കിൽ 64.4 ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഇയർ ഓൺ ഇയർ ആണെങ്കിൽ 410% ഗ്രോത്താണ് കാണിക്കുന്നത്. അടുത്ത നമ്മൾ ടോപ്പ് 4 നോക്കുകയാണെങ്കിൽ 4ാം സ്ഥാനം നിൽക്കുന്നത് ഏസർ എനർജിയാണ്. അവർക്ക് ജൂൺ മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 6097 വെഹിക്കിൾസ് ആണ്. ജൂലൈ മാസം ആയപ്പോൾ അത് ഇൻക്രീസ് ആയിട്ടുണ്ട്. അതായത് 10,080 വണ്ടികൾ സെയിൽ ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ഏസർ വന്നിട്ട് 10,000 ടച്ച് ചെയ്തിരിക്കുകയാണ്. അതിൽ നമുക്ക് മന്ത് ഓൺ മന്ത് പറയുകയാണെങ്കിൽ 65.32 ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഇയർ ഓൺ ഇയർ ആണെങ്കിൽ 52.4 ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം റിസ്ക് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണമാണ് ആക്ച്വലി ഇതിൽ പോസിറ്റീവ് ഗ്രോത്ത് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ല ഭംഗിയായിട്ട് വണ്ടി സെയിൽ ആവുന്നുണ്ട്. അങ്ങനെ ഫൈനലി 10,000 ഏതൊരു അച്ചീവ് ആയിരിക്കുകയാണ്. അടുത്ത 3ാം സ്ഥാനം നോക്കുകയാണെങ്കിൽ അവിടെയാണ് ആക്ച്വലി കാര്യമായ ഗ്രോത്ത് വന്നിട്ടുള്ളത്. ഒരു കമ്പനിക്ക് 96% ഗ്രോത്താണ് പ്രീവിയസ് മന്തായിട്ട് കമ്പയർ ചെയ്യാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വേറെ ഒന്നല്ല, ബജാജ് ചേതക്കാണ് നിൽക്കുന്നത്. ജൂൺ മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 8985 വണ്ടി സെയിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതേ മറിച്ച് ജൂലൈ ആയപ്പം 17,642 വണ്ടി സെയിൽ ചെയ്യാൻ സാധിച്ചു. അതായത് 96% മന്ത് ഓൺ മന്ത് ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഇയർ ഓൺ ഇയർ ആണെങ്കിൽ 331% ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചു, ഞാനിപ്പോൾ ബജാജ് ചേതക്കിനെ എന്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നു, കുറേ ആൾക്കാർ അങ്ങനെയൊക്കെ കമൻറ്റൊക്കെ ചെയ്ത് ഞാൻ കണ്ടിട്ടായിരുന്നു. കാരണം വേറെ നല്ല വണ്ടി തന്നെയാണ്. നിങ്ങൾക്ക് സെയിൽസ് ആണോ മനസ്സിലാവുന്നുണ്ട്, ധാരാളം വണ്ടി ഇറങ്ങുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും നല്ലൊരു വണ്ടിയാണ്. നിങ്ങൾക്ക് തീർച്ചയായും റെക്കമെൻഡ് ചെയ്യുന്ന വണ്ടി തന്നെയാണ്. 297 നല്ലൊരു വണ്ടി തന്നെയാണ്. അപ്പോൾ എന്താ വെച്ചാൽ പ്രൊമോട്ട് ചെയ്യുന്നതല്ല, പെയ്ഡ് പ്രൊമോഷൻ എന്നൊക്കെ മിക്ക ഞാൻ പറഞ്ഞു. പക്ഷേ പെയ്ഡ് പ്രൊമോഷൻ നല്ല വണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നാൽ സെയിൽസ് റിപ്പോർട്ടിൽ കാണുന്നുണ്ട് അതിൻ്റെ വാല്യൂ 96% ഗ്രോത്ത് ആണ് മന്ത് ഓൺ മന്തിൽ കാണുന്നത്. അടുത്ത നമ്മൾ 2ാം സ്ഥാനം നോക്കുകയാണെങ്കിൽ TVS ആണ് നിൽക്കുന്നത്. TVSന് ജൂൺ മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 13,897 വണ്ടി സെയിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ജൂലൈ മാസം ആയപ്പം 19,471 കൂടുകയും ചെയ്തു. മന്ത് ഓൺ മന്ത് പറയുകയാണെങ്കിൽ 40.1 ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഇയർ ഓൺ ഇയർ ആണെങ്കിൽ 88.3 ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഇവിടെ ആക്ച്വലി ട്വിസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം വേറെ ഒന്നല്ല, ബജാജ് ചേതക്ക് 2ാം സ്ഥാനത്തേക്ക് വരുന്നതാണ് എനിക്ക് തോന്നുന്നത് പോക്ക് കണ്ടിട്ട്. കാരണം വേറെ ഒന്നല്ല, നമുക്ക് BLDC മോട്ടറല്ല ചേതക്കിൽ വരുന്നത്. ചേതക്കിൽ സൈഡ് മൗണ്ടഡ് മോട്ടർ വരുന്നുണ്ട്. അതുപോലെ മെറ്റൽ ബോഡിയാണ്. അങ്ങനെ ധാരാളം നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട്.
അപ്പോൾ ടി വി എസ് ഒന്ന് റീതിങ്ക് ചെയ്യേണ്ട ഒരു സമയമായെന്ന് തോന്നുന്നു. പുതിയ മോട്ടോഴ്സ് അല്ലെങ്കിൽ ഒരു BMSM മോട്ടറെങ്കിലും വന്നില്ലെങ്കിൽ ബജാജ് ചേതക്ക് മേളിൽ കയറി ടി വി എസ് 3-ാം സ്ഥാനത്തേക്ക് പോകാനാണ് ചാൻസ് കാണുന്നത്. അപ്പോൾ എന്തായാലും വരാൻ പോകുന്ന മാസം നമുക്ക് കാണാം എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഫൈനലി ഫസ്റ്റ് പൊസിഷനാണ്. അത് ഓല തന്നെയാണ്, ഒരു മാറ്റമില്ല. കുറേ നാളായിട്ട് ഓല തന്നെയാണ്. ഓലയ്ക്ക് ജൂൺ മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 36,716 വണ്ടി സെയിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ജൂലൈ മാസം ആയപ്പോൾ അത് 41,598 കൂടുകയും ചെയ്തു. അപ്പോൾ മന്ത് ഓൺ മന്ത് നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് 13% ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. നമ്മൾ ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിൽ 116% ഗ്രോത്താണ് കാണിക്കുന്നത്. അപ്പോൾ ഫൈനലി ഓല തന്നെ ഒന്നാം സ്ഥാനം നിൽക്കുന്നത്. ഈ മാസം വിന്നർ ഓല തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. അടുത്ത കുറേ ആൾക്കാർ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ച ചോദ്യമാണ്, നമുക്ക് സിമ്പിൾ വണ്ണും ബാക്കി റിവർ ഇന്ത്യ എന്നുള്ള കമ്പനികളിലൊക്കെ ഒന്ന് റിപ്പോർട്ട് കിട്ടണമെങ്കിൽ ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സിമ്പിൾ വണ്ണിൻ്റെ നമ്മൾ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ അവർക്ക് ജൂലൈ മാസം സെയിൽ ചെയ്യാൻ സാധിച്ച 36 യൂണിറ്റ്സ് ആണ്. ജൂൺ മാസം ആയ സമയത്ത് 49 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മന്ത് ഓൺ മന്ത് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ -26.5 ഡിപ്രിസിയേഷനാണ് കാണിക്കുന്നത്. റിവർ ഇന്ത്യ എന്നുള്ള കമ്പനിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ജൂലൈ മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 173 വണ്ടികളാണ്. ജൂൺ മാസം അവർക്ക് 182 വണ്ടി സെയിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മന്ത് ഓൺ മന്ത് പറയുകയാണെങ്കിൽ -4.9% ഡിപ്രിസിയേഷനാണ് കാണിക്കുന്നത്. റിവർ ഇന്ത്യയെക്കുറിച്ച് നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 6 മാസം 8 മാസത്തിനുള്ളിൽ കൊച്ചിയിൽ വരുന്നൊക്കെ ഒരു ന്യൂസ് കേൾക്കുന്നുണ്ട്. കൺഫേംഡ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. അവിടെ വെബ്സൈറ്റിൽ കൊച്ചിയുടെ റേറ്റ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ റീസെൻ്റ്ലി അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും കൊച്ചി വരുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. ഇതൊരു മലയാളികളുടെ ഒരു കമ്പനി തന്നെയാണ്. അപ്പോൾ എന്തായാലും കൊച്ചിയിൽ ഉടനെ തന്നെ വരുന്നത് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാവേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അത് നമ്മൾ ബൈക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ടോർക്ക് മോട്ടോഴ്സ് നോക്കുകയാണെങ്കിൽ ജൂലൈ മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 16 യൂണിറ്റ്സ് ആണ്. ജൂൺ മാസം അവർക്ക് 42 വണ്ടി സെയിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മന്ത് ഓൺ മന്ത് പറയുകയാണെങ്കിൽ -61.9% ഡിപ്രിസിയേഷനാണ് കാണിക്കുന്നത്. ഒബൻ റോഡിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ജൂലൈ മാസം അവർക്ക് സെയിൽ ചെയ്യാൻ സാധിച്ചത് 71 വണ്ടികളും ജൂൺ മാസം ആയപ്പോൾ 41 വണ്ടി സെയിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മന്ത് ഓൺ മന്ത് നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് 73.17% ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. അടുത്ത അൾട്രാവെലിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് ജൂൺ മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 32 വണ്ടി സെയിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ജൂലൈ മാസം ആയപ്പോൾ അത് 42 വണ്ടിയിട്ട് കൂടുകയും ചെയ്തു. അപ്പോൾ മന്ത് ഓൺ മന്ത് നമ്മൾ കമ്പയർ ആണെങ്കിൽ 50% ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഓവറോൾ ഒരു EV സെഗ്മെൻറ്റിൽ ഒരു കാര്യമായ ഒരു സെയിൽസ് നടന്നിട്ടുണ്ട്. അപ്പോൾ 33% ഗ്രോത്ത് പ്രീവിയസ് മന്തായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നടന്നിട്ടുണ്ട്. അപ്പോൾ 1,06,949 വണ്ടിയാണ് സെയിൽ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ഈ മാസം. അപ്പോൾ എന്തായാലും നല്ലൊരു റെസ്പോൺസാണ് കാണുന്നത്. അത് കാര്യമായ ചേഞ്ച് വന്നത് ബജാജ് ചേതകിൻ്റെ കേസ് തന്നെയാണ്. നമുക്ക് 96% ഒരു ഇൻക്രീസ് ആണ് കാണിക്കുന്നത്. അതായത് പ്രീവിയസ് മന്ത് ജൂണും ജൂലൈയും കമ്പയർ ചെയ്യുമ്പോൾ 96% ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നല്ലൊരു ഇൻക്രീസ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ചേതക്ക് കുറച്ചും കൂടി മുന്നോട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം വേറെ ഒന്നുമില്ല, PMSM മോട്ടറാണ്. അതുപോലെ നമുക്ക് ഫുൾ മെറ്റൽ ബോഡിയാണ് വണ്ടി വരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ചേതക്ക് TVSന് തീർച്ചയായിട്ടും ഒരു നല്ലൊരു ടൈറ്റ് കോമ്പറ്റീഷൻ കൊടുക്കുന്ന പോലെ ഡൗട്ടൊന്നും ഇല്ല. കാരണം TVSൻ്റെ കേസ് നമുക്കറിയാം, അത് വന്ന് BLDC മോട്ടറാണ്, പിന്നെ ഫൈബർ പാനൽസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കാരണം കുറേ ഒരു മേളിലേക്ക് വരാൻ ചാൻസാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫ്യൂച്ചറിൽ വന്നിട്ട് ഓല 1-ാം സ്ഥാനത്തും ചേതക്ക് 2-ാം സ്ഥാനത്തും TVS 3-ാം സ്ഥാനത്തും ഏതൊരു 4-ഓ അല്ലെങ്കിൽ 5-ഓ സ്ഥാനത്തേക്കൊക്കെ പോകാനാണ് ചാൻസ് കൂടുതൽ. കാരണം ഏതൊരു കേസ് നമുക്കറിയാം കുറച്ച് പ്രൈസ് കൂടുതലാണ്. അപ്പോൾ ഏതൊരു അതുകൊണ്ട് ഒന്ന് കൺസിഡർ ചെയ്യാൻ തീർച്ചയായിട്ടും നല്ല ബുക്കിംഗ്സ് വരാൻ ചാൻസുള്ള വണ്ടി തന്നെയാണ്. എല്ലാ വണ്ടികളും നല്ല തന്നെയാണ്, ഒരു വണ്ടി മോശം എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ അവിടെ ഒരു സ്ട്രാറ്റജീസ് കാരണമായിരിക്കും, കാരണം പാർട്സിൻ്റെ അവൈലബിലിറ്റി അതൊക്കെ കാരണമാണ് വണ്ടി റേറ്റ് ചെയ്തിട്ട് വേരി ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും കമ്പനീസ് അതൊക്കെ ഒന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല കാര്യമായിരിക്കും. നമുക്കൊരു സെയിൽസ് റിപ്പോർട്ടിൽ അത് തീർച്ചയായിട്ടും അറിയാൻ പറ്റും അടുത്ത മാസം. അപ്പോൾ എന്താ അടുത്ത മാസം സെയിൽസ് റിപ്പോർട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു അപ്ഡേറ്റ് തരാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെടാത്ത വെച്ചാൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ല. കൂടാതെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരുവേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റേ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.